ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി 15 ഞായറാഴ്ചയാണ് മഹാശിവരാത്രി. പ്രധാനമായും ശിവരാത്രിയുടെ തലേ ദിവസവും ശിവരാത്രിയുടെ അന്നും പിറ്റേ ദിവസവുമാണ് ആയിട്ടാണ് വ്രതം എടുക്കേണ്ടത്. ശിവരാത്രിയുടെ തലേ ദിവസം ഒരിക്കൽ ഊണ്, ശിവരാത്രിയുടെ അന്നാണെങ്കിൽ ലളിതമായ ആഹാരങ്ങളൊക്കെ കഴിച്ചും പിറ്റേ ദിവസം തീർത്ഥം സേവിച്ചും വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. വ്രതാനുഷ്ഠാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ഒരു വ്രതമാണ് മഹാശിവരാത്രി വ്രതം. 7 ജന്മത്തെ പാപം അവസാനിക്കും എന്നാണ് വിശ്വാസം. സർവ്വപാപമോചനത്തിനാണ് ശിവരാത്രി വ്രതം എടുക്കുന്നത്. പ്രധാനമായും ശിവരാത്രി ദിവസം ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിരന്തരം ജപിക്കുക. മഹാദേവനെയും പാർവതീദേവിയെയും മനസ്സിൽ സങ്കല്പിച്ച് നാമങ്ങൾ ജപിക്കുക. ഓം ഉമാമഹേശ്വരായ നമഃ എന്നും ശിവപഞ്ചാക്ഷരി സ്തോത്രം ഓം നാഗേന്ദ്രഹാരായ ത്രിലോചനായ എന്ന് തുടങ്ങുന്ന വരികളും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഈ വരികൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ശിവപുരാണം, ശിവരാത്രി മഹാത്മ്യം തുടങ്ങിയ മഹാദേവൻ്റെ നാമങ്ങളും മന്ത്രങ്ങളുമൊക്കെ ജപിച്ച് ശിവരാത്രി വ്രതം എടുക്കണം. ഏറ്റവും ഉത്തമമാണ്. വ്രതശുദ്ധിയോടുകൂടി എടുത്താൽ ഏറ്റവും നന്നായിരിക്കും. പാർവതീ ദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത് മൂലം വിവാഹ തടസ്സം നേരിടുന്നവർക്ക് വിവാഹം നടക്കും. കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അടുത്ത ശിവരാത്രിക്ക് മുമ്പേ തന്നെ ഉത്തമ വിവാഹം നടക്കുകയും ചെയ്യും. മറ്റ് ആഗ്രഹ സാഫല്യങ്ങൾ നടക്കാനും ഈ ശിവരാത്രി വ്രതം വളരെയധികം ഉത്തമമാണ്. മറ്റുള്ള ദോഷങ്ങളൊക്കെ, അതായത് ബാധാദോഷം, വെളിദോഷം, കണ്ണേറ്, ശത്രുദോഷം, ഇങ്ങനെയുള്ള ദോഷങ്ങൾ, മരണഭയം, അപകട മരണങ്ങൾ, ഇവയിൽ നിന്നൊക്കെ മോചനം നേടാനും ഒരു രക്ഷാകവചം പോലെ ശിവൻ നമ്മെ സംരക്ഷിക്കും. ആർത്തവശേഷം 12 ദിവസത്തിനു ശേഷം മാത്രമേ ക്ഷേത്ര ദർശനം നടത്താവൂ, പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അമ്മമാർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഒരു ക്ഷേത്രത്തിലും 12 ദിവസം കഴിയാതെ പോകാൻ പാടില്ല. ശിവനാമം ജപിക്കുന്നതും ഉത്തമമല്ല. അറിയാതെ ശിവനാമം ജപിച്ചു പോയി, അല്ലെങ്കിൽ ഓ നമഃശിവായ എന്ന് ജപിച്ചു പോയി എന്ന് പറഞ്ഞ് യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് ആരും വിഷമിക്കുകയും വേണ്ട. ക്ഷേത്രത്തിൽ പോകാൻ, നടക്കാനും ഇരിക്കാനൊന്നും കഴിയാത്ത മുത്തശ്ശിമാരും അമ്മമാരും അപ്പൂപ്പന്മാരും വീട്ടിലിരുന്ന് ശിവനാമം ജപിച്ചാലും ശിവരാത്രി പുണ്യം ലഭിക്കും. ശിവപുരാണം, ശിവപഞ്ചാക്ഷരി സ്തോത്രം, ശിവരാത്രി മഹാത്മ്യം തുടങ്ങിയ ശിവപ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ശിവരാത്രി ദിവസം മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. രോഗശയ്യയിൽ കിടക്കുന്നവർക്ക് രോഗശമനമുണ്ടാകും. മരണഭയം മാറും, അപകടങ്ങളൊക്കെ മാറും. പിന്നെ ശത്രുത, വിളിദോഷം തുടങ്ങിയ ദോഷങ്ങളൊക്കെ മാറാനും ശിവഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകും. ശിവൻ ഒരു രക്ഷാകവചമായി നമ്മെ സംരക്ഷിക്കും. അതുകൊണ്ട് എല്ലാവരും ക്ഷേത്ര ദർശനം നടത്തണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. പിന്നെ എല്ലാവരും കഠിന വ്രതം എടുക്കണം എന്നും ഒരു പുസ്തകങ്ങളിലും പറഞ്ഞിട്ടില്ല. നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ ലഘു ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വ്രതം എടുത്താൽ മതി. വായിക്കാൻ കഴിയാത്തവർ ഓം നമഃശിവായ ഓം നമഃശിവായ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചാൽ മതി. ശിവരാത്രി പുണ്യം ലഭിക്കും. ശിവരാത്രി ദിവസം കൂടുതൽ സമയവും ശിവക്ഷേത്രത്തിൽ ചിലവഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. കൂടിയിരുന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും പറയാതെ, മറ്റുള്ളവരെ ദോഷമായി ഒന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമുക്ക് തന്നെ ദോഷമായി ചിലപ്പോൾ ഭവിക്കുകയും ചെയ്യും. കാരണം അവർ ഓ നമഃശിവായ നമഃശിവായ എന്ന് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്കത് ദോഷമായി ഭവിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കാര്യങ്ങൾ മാത്രം ഭഗവാനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. എപ്പോഴും ഓ നമഃശിവായ പറയുക. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത 7 ജന്മത്തെ പാപങ്ങളാണ് തീരുന്നത് ഈ ശിവരാത്രി വ്രതം മൂലം. അതുകൊണ്ട് എല്ലാവരും ഭക്തിയോടുകൂടി ശിവനെയും പാർവതീദേവിയെയും പ്രാർത്ഥിക്കുക. പാർവതീദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലം കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. കുടുംബ ഐക്യവും ഉണ്ടാകും. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള നാമങ്ങളെല്ലാം എല്ലാവരും ജപിക്കണം. എല്ലാവർക്കും ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും എല്ലാം വർദ്ധിക്കട്ടെ. ശിവരാത്രി വ്രതം എടുക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാനും സർവശക്തനോട് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു.